ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമായ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും അതിലെ 9ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. 1ാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അതുപോലെ തന്നെ 2ാമത്തെ ദശകത്തിലെ 8 വരെയുള്ള ശ്ലോകങ്ങളുടെയൊക്കെ ഞാൻ അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപദേതവാപ്യുജിതദാ മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാക്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്ത ജന്മാന്തരേ. നമുക്ക് അർത്ഥം നോക്കാം. അത്യായാസകരാണി വളരെയധികം ബുദ്ധിമുട്ടിയിട്ട്, ആയാസകരാണി വളരെ ബുദ്ധിമുട്ടിയിട്ട്, കർമ്മപടലാനി, പടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം, കർമ്മപടലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കർമ്മങ്ങൾ ആചരിച്ചിട്ട്, നിര്യന്മല എന്ന് പറഞ്ഞാൽ മനഃശുദ്ധി ഉള്ളതായിട്ട് തീർന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയാക്കുക. ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? മനസ്സിലെ മാലിന്യങ്ങൾ എങ്ങനെയല്ലേ? നമ്മുടെ മനസ്സിലുള്ള കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം അങ്ങനെയുള്ള ശത്രുക്കളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാക്കണം. അതാണ് മനഃശുദ്ധി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ മനഃശുദ്ധിയൊക്കെ ഇല്ലാതാക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ബോധേ ഭക്തിപദേത വ്യാപ്യുചിതത മായാന്തി. ബോധേ എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം, ഭക്തിപദേ പറഞ്ഞാൽ ഭക്തിയോഗം. ജ്ഞാനയോഗമോ അഥവാ ഭക്തിയോഗമോ അഭി ഏതെങ്കിലും ഉചിതത മായാന്തി, അതിനുള്ള ഉചിത മായാന്തി പറഞ്ഞാൽ അതിനുള്ള യോഗ്യത കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇത്രയൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഈ കർമ്മങ്ങളൊക്കെ ആചരിച്ചിട്ട് മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ, കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം ഇതൊക്കെ ഇല്ലാതെയാക്കിയിട്ട് നമ്മൾ എന്താ ഉണ്ടാവുന്നത്? ഈ ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ ഉള്ള ഒരു യോഗ്യത മാത്രമേ അപ്പോഴും കിട്ടുന്നുള്ളൂ. അതാ പറയുന്നത് കിം താവത, എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായേ എന്ന് പറയാണ്. ഇതൊക്കെ ഇത്രയേ കിട്ടുന്നുള്ളൂ, ആ യോഗ്യത മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കിം താവത എന്ന് പറയാണ് മേൽപ്പത്തൂര്. പിന്നെയും ഒരുപാട് ദൂരം നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ? ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ പറ്റുള്ളൂ, അങ്ങനെ മോക്ഷമൊക്കെ കിട്ടാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ആചരിക്കേണ്ട ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാക്യമന്യേ പുന. ക്ലിഷ്ട്വാ തർക്കപദേ, ക്ലിഷ്ട്വാ പറഞ്ഞാൽ ക്ലേശം, ക്ലിഷ്ട്വാ തർക്കപദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട്, ആ യുക്തിമാർഗത്തിലൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ടാവുന്നു? പരം തവ വപുർ ബ്രഹ്മാക്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നു പേരുള്ള ആ അങ്ങയുടെ ആ നിർഗുണ സ്വരൂപം, അങ്ങയുടെ ആ സ്വരൂപത്തില് അന്യേ പുന പറഞ്ഞാൽ മറ്റു ചിലര് ചിത്താർദ്രത്വം ഹൃദേ, ചിത്തം പ്ലസ് ആർദ്രത്വം പ്ലസ് ഹൃദേ എന്ന് പറഞ്ഞാൽ മനസ്സലിവില്ലാതെ. വിചിന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ധ്യാനിച്ചിട്ടും അങ്ങനെയൊക്കെ സമാധി ശീലിച്ചിട്ടും ഒക്കെ എന്താ വെച്ചാൽ ഈ എന്താ പറയുക, ഇതിനെ ഒരുപാട് നമ്മൾ ഈ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും നമുക്ക് ഈ പരബ്രഹ്മത്തിൻ്റെ അതിനെ കുറിച്ച് അറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിചിന്യ എന്ന് പറയുന്നത്. അതിന് എന്നിട്ട് പിന്നെന്താണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരുപാട് ധ്യാനിക്കണം അല്ലെങ്കിൽ മനനം ചെയ്യണം, എന്നിട്ടൊക്കെയാണ് അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ചെയ്താൽ കൂടി ബഹുബി സിദ്ധ്യന്തി ജന്മാന്തരേ, ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുള്ളൂ. ഒരുപാട് ജന്മങ്ങൾ എടുക്കും, കുറേ കാലം എടുക്കും. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ജന്മം കൊണ്ടൊന്നും നമുക്ക് ആ ബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള ജ്ഞാനം നമുക്ക് കിട്ടില്ല.
അത് അങ്ങനെ നമുക്ക് അതാണ് പറയുന്നത്, അങ്ങനെ നമുക്ക് മോക്ഷത്തിലേക്ക് ഒന്നും എത്താൻ അത്ര എളുപ്പമല്ല. ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒന്നും അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇവിടെ മേൽപ്പത്തൂര് മനസ്സിലാക്കുന്നത്. എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എളുപ്പം എത്താനായിട്ട് എന്ത് ചെയ്യണം, ഈ ഭഗവാന്റെ സ്വരൂപത്തിൽ പ്രേമം ഉണ്ടാവുക, ആ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. അങ്ങനെ നമുക്ക് ആ ഭക്തിയോഗത്തിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ എളുപ്പമാണ്. അങ്ങനെ കുറേ നമുക്ക് ഭക്തി ഉണ്ടായി അങ്ങനെ പിന്നെ ഭഗവാനോട് സ്നേഹം തോന്നുമ്പോൾ, അടുപ്പം തോന്നുമ്പോൾ എന്തുണ്ടാവുന്നു, നമുക്ക് പതുക്കെ ആനന്ദം ഉണ്ടാവുന്നു. അങ്ങനെ പതുക്കെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നുള്ളത് പിന്നെയും ഇവിടെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം കേട്ടോ. അത്യായാസകരാണി കർമ്മപടലാഞ്ഞാചര്യ നിർയന്മലാ ബോധേ ഭക്തിപദേതവാപ്യുജിതദാ മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാക്യമന്യേ പുനശ്ചിത്താദൃത്തമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്ത ജന്മാന്തരേ. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയുന്നതൊക്കെ മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.